രാത്രി 2 മണിക്ക് ഒറ്റയ്ക്ക് വളരെ സേഫായി ഒരു പെൺകുട്ടിക്ക് കോഴിക്കോട് ചില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു കഫേ. ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലെ ഹഗ് മഗ് എന്ന 24/7 കഫേ. നല്ല സൂപ്പർ ക്യാപ്പുച്ചിനൊക്കെ കുടിച്ച് നല്ല ബുക്കൊക്കെ വായിച്ച് ഇങ്ങനെ സുഖമായി ചില്ല് ചെയ്തിരിക്കാം. കൂടെ ഉഗ്രൻ ഫുഡ്. എറണാകുളത്ത് നിന്ന് വയനാട്ടിലേക്കുള്ള വർക്ക് ട്രിപ്സിൽ അല്ലെങ്കിൽ തിരിച്ചു വരുന്ന വഴിക്കാണ് യൂഷ്വലി ഞാനിവിടെ കയറാറുള്ളത്. ഹൈലൈറ്റ് പാർക്ക് ആയതുകൊണ്ട് തന്നെ EV ചാർജ് ചെയ്യാനുള്ള ഒരു സ്പേസും ഉണ്ട്. ഇത്തവണയും അതുപോലെ ഹനാൻഷയുടെ ഒരു കോൺസെർട്ട് ഒക്കെ കഴിഞ്ഞാണ് എത്തിയത്. രാത്രി ഒരു 2 മണിയായിട്ടുണ്ട്. പക്ഷെ ഇത്തവണ ഫോർ എ ചേഞ്ച് ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് തന്നെ വെരി റാൻഡംലി വേറൊരു സുഹൃത്തിനെ മീറ്റ് ചെയ്തു. അപ്പൊ ഷി വാസ് ലൈക്ക് ടെല്ലിങ് മീ രാത്രി ഫ്ലാറ്റിലേക്ക് പോകാനുള്ള ഒരു പേടി കാരണം രാവിലെ ഒരു 6 മണി വരെയൊക്കെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ബുക്കൊക്കെ വായിച്ചിരിക്കും. അത് കഴിഞ്ഞിട്ട് പതുക്കെ രാവിലേക്ക് ആകുമ്പോൾ ഫ്ലാറ്റിലേക്ക് തിരിച്ചു പോകുന്നുള്ളത്. ഒരുതരം മോണോഫോബിയ ആകാം, ഈ സോളിറ്റ്യൂഡിനുള്ള ഒരു ഭയം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സിറ്റുവേഷണൽ അവോയ്ഡൻസ് വിത്ത് സേഫ്റ്റി സീക്കിംഗ് ബിഹേവിയർ. എന്താ പോലെ അവരതിൽ കൂടെയാണ് പോകുന്നതെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ലല്ലോ. ഇനിയോ ഇത്തരത്തിലുള്ള ചിന്തകളൊന്നും തന്നെ ഈ ഒരു ഉഗ്രൻ കാരമൽ ബനാന ഫ്രഞ്ച് ടോസ്റ്റ് അതിങ്ങനെ റിലീഷ് ചെയ്യുന്നതിൽ നിന്നും എന്നെ പിടിച്ചു നിർത്തിയിട്ടില്ല. ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് ടോസ്റ്റ് ഐ ഹവ് എവർ ട്രൈഡ് ആൻഡ് അരുൺ അപ്രോച്ച്ഡ് യു. രാത്രിയിലായതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ബാർബിക്യൂ ഫ്രഞ്ച് പിzzയും കൂടെ ട്രൈ ചെയ്തു. പക്ഷെ 6 മണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല സൂപ്പർ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കിട്ടും. അതുപോലെ ഇവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്ഡ് മിൽക്ക് കേക്ക് ഉണ്ട്, അത് ഉഗ്രനാണ്. ആൻഡ് ഈ കാണുന്ന ബ്രോ ഉണ്ടല്ലോ, ഒരു ദിവസം രാവിലെ ഇതുപോലെ ഇങ്ങനെ വന്നപ്പോൾ എസ്പ്രസോ കുടിക്കാൻ നിങ്ങൾ വയനാട് ചുരം കയറല്ലേ എന്ന് പറഞ്ഞതിനെ കുടിപ്പിച്ചതാ. അത്തരത്തിലുള്ള ഒരു ജെനുവിൻ ലവ് അത് തന്നെയാണ് വീണ്ടും വീണ്ടും ഒരു സ്ഥലത്തേക്ക് പോകണം എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്നത്.